ഹായ് എവരി വൺ. സോ JEE നീറ്റ് പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു എക്സാമാണ് IAT, ISAR ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സോ ISAR ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ ചെക്ക് ചെയ്യാം. IATയുടെ ഡീറ്റെയിൽസും ഡേറ്റ്സും ഓൾറെഡി ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൂടെ റിവ്യൂ ചെയ്യാം. നമുക്ക് ഇന്ത്യയിൽ മൊത്തത്തോടെ 7 ISARs ആണുള്ളത്. ഈ 7 ISARസിലേക്കുള്ള 1933 സീറ്റുകളിലേക്കുള്ള അഡ്മിഷനാണ് ഈ വർഷത്തെ IAT എക്സാം വഴി നിങ്ങൾക്ക് കിട്ടുക. ആ 1933 സീറ്റുകൾ എന്ന് പറയുന്നത് BS പ്രോഗ്രാമുകളാവാം, അല്ലെങ്കിൽ BSMS ഡ്യുവൽ ഡിഗ്രി കോഴ്സുകളും ആവാം. ഓക്കെ, അതിന് പുറമെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc ബാംഗ്ലൂർ, പിന്നെ ചില IITs ലൈക്ക് IIT മദ്രാസിലുള്ള ഇൻ്റഗ്രേറ്റഡ് BS പ്രോഗ്രാമുകളുണ്ട്. ഇതിനകത്തേക്കുള്ള എല്ലാ അഡ്മിഷൻസും IAT വഴിയാണ് നടക്കുക. സോ ഈ ഒരു IAT എക്സാം എഴുതാൻ 2024 എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് നമുക്ക് ചെക്ക് ചെയ്യാം. 2022, 2023, 2024 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയവർക്കായിരിക്കും ഈ ഒരു എക്സാം എലിജിബിലിറ്റി ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 സബ്ജക്റ്റിൽ 3 എങ്കിലും എടുത്ത് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് IATക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആവാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആവാം, ഇനി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 സബ്ജക്റ്റും ഒരുമിച്ച് 12th പഠിച്ചവരാവാം. ഇതിനകത്ത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് IAT എക്സാമിന് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 60% അഗ്രിഗേറ്റ് മാർക്ക് ജനറൽ, EWS, OBC കാറ്റഗറിയിലുള്ള ഒരാളാണെന്നെങ്കിൽ 60% എങ്കിലും അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി SC, ST അല്ലെങ്കിൽ PWD കാറ്റഗറി ആണെങ്കിൽ 12th 55% അഗ്രിഗേറ്റ് സ്കോർ മാത്രമാണ് ആവശ്യം, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മാർക്ക്. IAT 2024 എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. 60 ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 സബ്ജക്റ്റും നിങ്ങൾക്ക് ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിലും 15 ക്വസ്റ്റൻസ് വീതമായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. എക്സാമിൻ്റെ ഡ്യൂറേഷൻ 3 മണിക്കൂറായിരിക്കും. ഓരോ കറക്റ്റ് ആൻസറിനും നിങ്ങൾക്ക് +4 മാർക്കും, ഓരോ റോങ് ആൻസറിന് -1 മാർക്കും, +4 -1 സ്കീമായിരിക്കും മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. സോ ടോട്ടൽ 240 മാർക്കിലായിരിക്കും ഈ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. ഇനി ISARൻ്റെ ഡേറ്റിനെ കുറിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ISARൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി ഓപ്പൺ ആവുന്ന ദിവസം എന്ന് പറയുന്നത് April 1, 2024 ആയിരിക്കും. നിങ്ങൾക്ക് May 13 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാം. സോ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് May 13, 2024 ആയിരിക്കും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്ഷൻ നടത്താൻ ഒരു ചെറിയ വിൻഡോ May 16, 17 2 ദിവസം നിങ്ങൾക്ക് വേണ്ടി അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി June 1 നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വരും. ആൻഡ് IAT 2024 നടക്കുന്ന ദിവസം എന്ന് പറയുന്നത് June 9, 2024 ആയിരിക്കും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്. ഈ ഡേറ്റുകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവട്ടെ. ഒരു ISAR അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു IISc അഡ്മിഷൻ എന്ന് പറയുന്നത് പല കുട്ടികളുടെയും ഡ്രീമാണ്. ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം, ഇൻ്റർനാഷണൽ റെക്കഗ്നിഷനുള്ള ഒരു BSMS പ്രോഗ്രാം സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹൈലി വാല്യൂഡാണ്. അപ്പോൾ ഒരു ISARലോ IIScയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു IITയിലുള്ള ഇൻ്റഗ്രേറ്റഡ് BS പ്രോഗ്രാമിനോ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ എന്തായാലും IITക്കുള്ള രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഈ ഡേറ്റുകളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ കൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ISARനുള്ള പ്രിപ്പറേഷനും IITയുടെ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ്.